ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, അത്തരത്തിലുള്ള നിഷ്കളങ്കമായ ഒരു ആവശ്യമായി ഇതിനെ കാണാൻ സാധിക്കുമോ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ പ്രകാരമാണെങ്കിൽ മുസ്ലിം മതവിഭാഗം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ജനസംഖ്യാ വർധനവുണ്ടാകുന്നു എന്നുള്ളത് പലതവണയായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നും താഴെ തട്ടിലുള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് പറയുമ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വച്ചാൽ ആർക്കും സംശയം തോന്നില്ല, ഇത് മലപ്പുറം ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുന്നവർക്കുള്ള മറുപടി എന്താണ്? കാരണം മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ സാമുദായികമായി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതാണ് എന്ന് മുദ്രകുത്തപ്പെട്ടതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുന്നതാണോ വാസ്തവം? അതോ ഈ പ്രത്യേക മതവിഭാഗം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, അത് കൂടുതൽ പ്രായോഗികമാക്കാനും തങ്ങളുടെ ശക്തി കേന്ദ്രമാക്കാനും തന്നെയാണത് വിഭജിക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്? അതൊരു വിഘടനവാദ രാഷ്ട്രീയമാണ്, ജനസംഖ്യാ വിസ്ഫോടനം ഇതൊരു ആയുധമാക്കുകയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ടോ? രോഹിണി, താങ്കൾ ഉന്നയിച്ച വാദം വളരെ കൃത്യമാണ്. അത്ര നിഷ്കളങ്കമോ എന്റെ സുഹൃത്ത് റെജി പറഞ്ഞതുമാതിരിയിൽ അതൊരു പ്രീമച്വർ, നിരർത്ഥകം, അപ്രസക്തം, ഈ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതൊരു പക്ഷേ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന്റെ ചരിത്രത്തോടുള്ള അദ്ദേഹത്തിന്റെ നിരാസകമാകാം, അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നോക്കൂ സഹോദര, താങ്കൾ കോൺഗ്രസിന്റെ സഹയാത്രികനായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1969 ജൂൺ മാസം 5-ാം തീയതി സപ്തകക്ഷി മുന്നണിയിൽ ഉൾപ്പെട്ട മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുണ്ടായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മലപ്പുറം ജില്ല രൂപീകരിച്ച സമയത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ജില്ലാ വിരുദ്ധ പ്രക്ഷോഭം വളരെ രൂക്ഷമായി ആ ജില്ലയിൽ നിന്ന് തന്നെ ഒഴുകി. ആ ജില്ലയിൽ തന്നെ ജീവിച്ചിരുന്ന ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പം നിലമ്പൂർ MLA ആയി ജയിച്ചിരിക്കുന്ന ആര്യാടൻ മുഹമ്മദ്, താങ്കൾക്കറിയും, അദ്ദേഹത്തിന്റെ ജന്മനാടായ വഴിക്കടവിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഈ മലപ്പുറം ജില്ലാ വിരുദ്ധ റാലി നടത്തിക്കൊണ്ട് അതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു പ്രവണതയെക്കുറിച്ചും ചൂണ്ടുപലകയായിട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ചത് ശ്രീമാൻ റെജിക്ക് അറിയാമോ? അന്ന് നിങ്ങൾ ഈ പേരിനെ വിളിച്ചത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ റെജി? കുട്ടി പാകിസ്ഥാൻ അഥവാ CPM-ന്റെ കുട്ടിയാണ് ഇത്. ഇതൊരു കുട്ടി പാകിസ്ഥാന്റെ രൂപീകരണമാണ്. പിന്നീട് ഈ വാദത്തിന് വേണ്ടി മുന്നോട്ട് വെക്കുന്നവർ, ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ, അതിനുള്ള കടമ്പകളെ കുറിച്ചാണ്. കടമ്പകൾ ഉണ്ടെങ്കിലും സാർ അത് കാത്തിരിക്കാനും അതിനു വേണ്ടിയുള്ള അണിയറയിലെ നീക്കങ്ങളുമാണ് ഇതിന്റെ പുറകിലുള്ളത്. ആത്മാർത്ഥവും നിഷ്കളങ്കവുമായിട്ടാണ് ഇതിന്റെ പുറകിലുള്ള ഉന്നയിച്ച ആവശ്യമെന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ? അപ്പൊ മലപ്പുറം ജില്ല 1969 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എന്തുകൊണ്ട് രോഹിണി നേരത്തെ ചൂണ്ടിക്കാണിച്ച മാതിരിയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഈ രാജ്യത്ത് ജനസംഖ്യാ വിസ്ഫോടനത്തിനെതിരായി അത് രാജ്യത്തെ വികസനത്തിന്റെ വലിയ ഒരു വെല്ലുവിളി ഉയർത്തുമെന്നും അത് കർശനമായി നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള നിലക്ക് അതൊരു പോളിസി ആയിട്ട് കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. റെജി, കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഈ ആശയം എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം പ്രാവർത്തികമാക്കാതെ പോയി? അന്ന് ഏതാണ്ട് 13,94,000 ആയിരുന്നു 2011 സെൻസസ് പ്രകാരം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് 45 ലക്ഷം കവിഞ്ഞ് ഏതാണ്ട് 47 ലക്ഷത്തിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിലും കോട്ടയത്തും നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച തിരുവനന്തപുരത്തും ജനസംഖ്യാ വർധനവ് നെഗറ്റീവായപ്പോൾ, ചിലയിടങ്ങളിലെങ്കിലും നെഗറ്റീവ് രേഖപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് ഈ ജില്ലയിൽ ഇത്തരത്തിൽ സ്ഫോടനാത്മകമായി വളരുന്നു? ഭാരത സർക്കാരിന്റെ പോളിസികൾ ആ സംസ്ഥാനം നടപ്പിലാക്കാൻ കഴിയാത്തതാണ് എന്ന് റെജി വിശ്വസിക്കുന്നുവോ? ഇനി ജില്ലയ്ക്ക് രൂപീകരിക്കുന്നതിൽ ഇതൊരു മാനദണ്ഡമായിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോ മുസ്ലിം ലീഗോ DPIയോ പറഞ്ഞാൽ നമുക്കതിന് സ്വാഗതം ചെയ്യുന്നതിൽ വിഷമമൊന്നുമില്ല റെജി. തൃശ്ശൂർ ജില്ലയിൽ ഇതേമാതിരി ജനസംഖ്യയിൽ താരതമ്യം ചെയ്യുമ്പോഴേ വളരെ കൂടുതലല്ലേ? പാലക്കാട് ജില്ലയിൽ വികസന കാര്യത്തിലും ജനസംഖ്യാ വർധനവിന്റെ കാര്യത്തിലും ഏതാണ്ട് മലപ്പുറത്തോട് സമാനമായി ഉള്ള അവസ്ഥയില്ലേ? എറണാകുളം ജില്ലയും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു തരത്തിലുള്ള പുനർവിഭജനം വേണമെന്ന ആവശ്യത്തിൽ
നിഷ്കളങ്കവും സത്യസന്ധവും ആത്മാർത്ഥവും ശാസ്ത്രീയവുമായ ഒരു ആവശ്യമാണ് എന്ന് നമുക്ക് ഉന്നയിക്കാൻ സാധിക്കും. മാത്രവുമല്ല, താങ്കളോട് ഞാൻ ഒരു കാര്യം കൂടെ തുറന്നു പറയാം. ആ തരത്തിലുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ ജില്ലകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. കെ കരുണാകരന്റെ സ്വന്തം താല്പര്യമായ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നതിന്റെ പുറകിലുള്ള ശാസ്ത്രീയ പഠനത്തിന്റെ റിപ്പോർട്ടുകളും അതിന്റെ ആധികാരികതയും അതിന്റെ ആ അർത്ഥത്തിലുള്ള ഡാറ്റകളും ഒന്ന് താങ്കൾ എന്റെ മുമ്പിൽ മുന്നോട്ട് വെക്കുമോ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴുള്ള അർത്ഥത്തില് വികസനം എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ പുറകിലുള്ളത്. ഞാൻ താങ്കളുടെ മുമ്പിൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കും. സർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണം വന്ന ജില്ലയാണ് മലപ്പുറം. ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഗൾഫിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തവരാണ്. അവരുടെ സേവനത്തെ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ പണം പ്രത്യുൽപാദനപരമായ മേഖലകളിൽ വിനിയോഗിക്കുന്നതിൽ മലപ്പുറം പരാജയപ്പെട്ടു? സംസ്ഥാനം മാറി മാറി ഭരിച്ച താങ്കളുടേത് ഉൾപ്പെടെയുള്ള സർക്കാരുകളുടെ പരാജയത്തിന്റെ ഒരു ചൂണ്ടുവലകയായിട്ട് നമുക്കതിനെ വിലയിരുത്തേണ്ടി വരില്ലേ? മലപ്പുറത്തിന്റെ ഏക വിമാനത്താവളം കോഴിക്കോടിന്റെ പേരിലാണെങ്കിലും കൊടുത്തത് മലപ്പുറത്താണ്. എന്തുകൊണ്ടാണ് മലപ്പുറത്തെ വിമാനത്താവളത്തിന്റെ റൺവേ വികസനം പോലും ഇന്ന് അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്നത്? അതിന് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിലും അതൊരുപക്ഷെ മലബാർ ഏറ്റവും വികസിപ്പിക്കേണ്ട അവസ്ഥയിലേക്കും പോകുന്നതിൽ ജില്ലാ വിഭജനമാണോ പരിഹാരം? അതല്ല, ആ ഭരിച്ചവരുടെ മനോഭാവമാണോ? നോക്കൂ, ടൂറിസം മേഖലയിൽ ഒരുപക്ഷെ കേരളത്തില് ഏറ്റവും കൂടുതൽ വികസിക്കേണ്ടിയിരുന്ന ഒരു ജില്ലയായിരുന്നു മലപ്പുറം. ഞാൻ പേരെണ്ണി പറയാം. നിലമ്പൂരിലെ ആഢ്യൻപാറ വെള്ളച്ചാട്ടം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള പ്രകൃതി രമണീയമായ ഒരു കേന്ദ്രമാണ് നിലമ്പൂരിന്റെ മലപ്പുറത്തോട് അതിർത്തി കണ്ട് കിടക്കുന്നത്. തേക്ക് മ്യൂസിയം ഒരുപക്ഷെ ഇന്ത്യയിൽ കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത തരത്തില് വിപണനവും അതിന്റെ പ്രദർശനവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് പര്യാപ്തമല്ലേ? പൊന്നാനിയിലെ BM കായൽ, കടലുണ്ടിയിലെ പക്ഷി സങ്കേതം, കുറ്റിപ്പുറത്തെ നിളാ പാർക്ക്, പെരിന്തൽമണ്ണയിലെ കൊടികുത്തിമല, ഈ മേഖലകളിലൊക്കെ ഭരണകൂടത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അതിന് സപ്പോർട്ട് ചെയ്യേണ്ടതായ സ്റ്റേറ്റ് ഭരണകൂടത്തിന്റെയും അരക്ഷിതാവസ്ഥയല്ലേ അവിടെ വികസനത്തിൽ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ? കാർഷിക മേഖലയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന കേരളത്തിലെ കോട്ടൂർ കുമ്പളങ്ങ, ആഗ്ര പേട നിർമ്മാണത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു ഘടകമായിരുന്നു. ഒരു കാലഘട്ടത്തില് ഈ മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപണിയായിരുന്നു, ഒരു ഉൽപ്പന്നമായിരുന്നു, കർഷകന്റെ ജീവവായുവായിരുന്നു ഈ ഉൽപ്പന്നങ്ങൾ. എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു പോയത്? ഇനി മലപ്പുറം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടലോരമുള്ള ഒരു ജില്ലയാണ്. നോക്കൂ, മത്സ്യമേഖലയിൽ പൊന്നാനി ഹാർബർ, എന്തുകൊണ്ടാണ് പൊന്നാനി ഹാർബർ ഇത്ര അവികസിതമായ അവസ്ഥയിലേക്ക് പോകേണ്ടി വരുന്നത്? ഇന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു, മാനവികതയെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തില് കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു അവിടുത്തെ ജനസംഖ്യ ആനുപാതികമായിട്ട് അവർക്ക് മെഡിക്കൽ കോളേജുകളില്ല. സർ, മഞ്ചേരി ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. മഞ്ചേരി മാത്രമല്ല, 3 താലൂക്ക് ആശുപത്രികളെ ജില്ലാ ആശുപത്രികളെ വിഭജിച്ചിട്ടുണ്ട്. എല്ലാവരും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നില്ല. നിലമ്പൂര് അല്ലെങ്കിൽ ഈ മേഖലയുള്ളവരെ ആശ്രയിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്ട് നാദാപുരം മേഖലയുള്ളവൻ സഞ്ചരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിനേക്കാൾ എത്രയോ വേഗത്തിലും എളുപ്പത്തിലും സമയക്കുറവ് കൊണ്ട് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. പക്ഷെ അവർ അതിനപ്പുറത്തേക്ക് ആവശ്യമുള്ളതല്ലേ ജില്ലാ ആശുപത്രികൾ. ഈ 3 അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട താലൂക്ക് ആശുപത്രികൾ എന്തുകൊണ്ടാണ് വികസിതമാവാത്തത്? അതുകൊണ്ട് ഞാൻ ഇത്രയും ചൂണ്ടിക്കാണിക്കുന്നത് ജില്ലാ വിഭജനം ഒറ്റമൂലിയല്ല. ജില്ലാ വിഭജനം കൊണ്ട് ഒരു വികസിത കാര്യം പരിഹരിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് വയനാട് ജില്ല ഉണ്ടാക്കിയിട്ട് വർഷങ്ങൾ എത്രയായി? ഇന്നും വാർത്തയിൽ ഇടപിടിക്കുന്നു. വയനാട്ടിലെ മെഡിക്കൽ കോളേജിൽ ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ പ്രസവിച്ച ഒരു കുട്ടിയുടെ ദുരവസ്ഥ അവിടെ വിവരിക്കപ്പെടുന്നു. ഞാൻ കോഴിക്കോട്ടുകാരനാണ് സർ. എത്ര ജീവനുകളാണ് ഈ വയനാട് ചുരത്തിൽ നിന്നും അവർക്കൊരു ആശുപത്രി ഇല്ലാത്തതിന്റെ പേരിൽ ആ ട്രാഫിക് എന്താ പറയാ ബ്ലോക്കിൽ പെട്ടിട്ട് എത്ര ജീവനുകളാണ് വയനാട്ടിൽ പൊരിയുന്നത്? പാലക്കാട് ജില്ലാ രൂപീകരണം പാലക്കാടിന്റെ ഈ തരത്തിലുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താൻ പ്രാപ്തമായിട്ടുണ്ടോ? ഇതിലേക്ക് വെട്ടിമുറിച്ച് ജില്ല ഉണ്ടാക്കുമ്പോൾ കേരളം പോലെ സംസ്ഥാനം നമ്മൾ കാണേണ്ടത് റവന്യൂവിലുണ്ടാകുന്ന വലിയൊരു ആപത്ത്, ഒരു പുതിയ കലക്ടറേറ്റ്, ഓഫീസുകൾ, മറ്റു സംവിധാനങ്ങൾ, എത്ര കോടി രൂപ സാമ്പത്തിക കടക്കണിയിൽ കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് വേണം? അല്ല, ഏതാനും ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആവശ്യം മാത്രമല്ലേ അതിനു വേണ്ടൂ എന്നൊരു ന്യായീകരണം കൂടി വയ്ക്കുന്നുണ്ടായിരുന്നു. അതെ അതെ, ഞാൻ അതാ ചൂണ്ടിക്കാണിച്ചത്. ഇതിന്റെ പുറകിലുള്ള കാന്തപുരം കേരള യാത്രയല്ലേ റജിയുള്ളത്? കേരള യാത്രയിൽ തൃശ്ശൂരിന്റെയും സമാനമായ പ്രസിദ്ധി അനുഭവിക്കുന്ന എറണാകുളത്തിന്റെയും
പാലക്കാടിന്റെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജില്ലാ വിഭജനത്തിൽ ഒരു പുനരാലോചന നടക്കണം, ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്തണം. അതല്ലാതെ 1940-കളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച രാജ്യത്തിലെ വർഗീയതയ്ക്ക് ആക്കം കൂട്ടിയ ചില ആളുകളുടെ താല്പര്യവും ഇംഗിതവും ചില ഹിഡൻ അജണ്ടകൾ തുറക്കാതെ പോയ കുട്ടിയെ പുറത്തുകൊണ്ടുവരുന്നതിൽ ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജയിച്ച ചില നേട്ടങ്ങൾ ചിലർക്ക് തോന്നിയിട്ടുണ്ടാകാം. ചില പ്രത്യേക കേന്ദ്രങ്ങളിലാണ്, ചില പ്രത്യേക മേഖലകളിലാണ്. അതുവഴി ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് എന്തും വെച്ച് നീട്ടി സഹകരിപ്പിച്ച് തരാൻ ഭരിക്കുന്നവർക്ക് നിർബന്ധിതരാകും. ഞങ്ങൾ വിലപേശും, ഞങ്ങൾ തങ്ങളുടെ സംഘടിത ശക്തി കൊണ്ട് വേടിയെടുക്കും എന്ന തരത്തിലേക്കായിപ്പോ ആവശ്യം ഉന്നയിക്കുന്നത് ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുടെ ശാസ്ത്രീയതയും അതിന്റെ സാങ്കത്യവും അതിന്റെ ഔചിത്യവും അതിന്റെ ഘടനാപരമായ ആവശ്യകതയും ബോധ്യപ്പെടുത്തുന്നതിൽ ഇത്തരം കക്ഷികൾ പരാജയപ്പെടുമ്പോൾ നാം ഭയക്കുന്നത് 40-കളിൽ അവരുടെ ഹിഡൻ അജണ്ടകളായി മുന്നോട്ട് വെച്ച അതേ ആവശ്യം അതേ പ്രസ്ഥാനത്തിന്റെ MLA ഉന്നയിക്കുന്നു, അതേ പ്രസ്ഥാനത്തോടൊപ്പം അതിനേക്കാൾ ഭയാനകമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ചില വർഗീയ സംഘടനകൾ ഉന്നയിക്കുന്നു. അവരിൽ ഓരം ചേർന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ അല്പം മയപ്പെടുത്തി അതിനോട് സമീപനം കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ എത്തിയിരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയമായ അവസ്ഥയുടെ ഗതികേട് കൊണ്ട് പറയുന്നതാവാം. പക്ഷെ അത് കേരളം അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും എന്ന ഒരു അവസ്ഥ കൂടി പറയാൻ നിർവാഹമില്ലായിരുന്നു.